ഹോസിയ അധ്യായം 10. വിഗ്രഹങ്ങൾ നശിപ്പിക്കപ്പെടും. സമൃദ്ധമായി ഫലം നൽകുന്ന ഒരു മുന്തിരിച്ചെടിയാണ് ഇസ്രായേൽ. ഫലമേറുന്നതിനനുസരിച്ച് അവൻ ബലിപീഠം വർദ്ധിപ്പിച്ചു. രാജ്യം അഭിവൃദ്ധിപ്പെടുന്നതിനൊത്ത് സ്തംഭങ്ങൾക്ക് ഭംഗിയേറ്റി. അവരുടെ ഹൃദയം വഞ്ചന നിറഞ്ഞതാണ്, അതിനാൽ അവർ ശിക്ഷയേൽക്കണം. കർത്താവ് അവരുടെ ബലിപീഠങ്ങൾ തട്ടിയുടയ്ക്കും, സ്തംഭങ്ങൾ നശിപ്പിക്കും. അവർ പറയും, കർത്താവിനെ ഭയപ്പെടാത്തതുകൊണ്ട് ഞങ്ങൾക്ക് രാജാവില്ലാതായി. ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾക്ക് വേണ്ടി അവന് എന്തു ചെയ്യാൻ സാധിക്കും? അവർ വ്യർത്ഥ ഭാഷണം നടത്തുന്നു, കൊള്ളവാക്കുകൾ കൊണ്ട് അവർ ഉടമ്പടി ചെയ്യുന്നു. ഉഴവുചാലുകളിൽ വിഷമുള്ള കളകൾ മുളയ്ക്കുന്നത് പോലെ വ്യവഹാരങ്ങൾ പൊന്തിവരുന്നു. ബദാവനിലെ കാളക്കുട്ടിയെ ചൊല്ലി സമരിയ നിവാസികൾ ഭയചകിതരാകും. അവിടുത്തെ ജനം അതിനെ ഓർത്ത് വിലപിക്കും. വിഗ്രഹാരാധകരായ പുരോഹിതന്മാർ അതിൻ്റെ നഷ്ടപ്പെട്ട മഹത്വമോർത്ത് പൊട്ടിക്കരയും. മഹാരാജാവിന് പാരിതോഷികമായി അത് അസറിയായിലേക്ക് കൊണ്ടുപോകും. എഫ്രായിം നിന്ദാപാത്രമാകും. ഇസ്രായേൽ തൻ്റെ വിഗ്രഹത്തെ ഓർത്ത് ലജ്ജിക്കും. വെള്ളത്തിൽ വീണ കമ്പുപോലെ സമരിയ രാജാവ് ഒലിച്ചുപോകും. ഇസ്രായേലിൻ്റെ പാപഹേതുക്കളായ ആവനിലെ പൂജാഗിരികൾ നശിപ്പിക്കപ്പെടും. അവരുടെ ബലിപീഠങ്ങളിൽ മുള്ളുകളും ഞെരിഞ്ഞിലുകളും വളരും. ഞങ്ങളെ മൂടുക എന്ന പർവ്വതങ്ങളോടും ഞങ്ങളുടെ മേൽ പതിക്കുക എന്ന കുന്നുകളോടും അവർ പറയും. ഗിബെയയിലെ ദിനങ്ങൾ മുതൽ ഇസ്രായേൽ പാപം ചെയ്തു, അവിടെ അത് തുടർന്നു. ഗിബെയയിൽ വെച്ച് തന്നെ യുദ്ധം അവരെ പിടികൂടിയില്ലേ? തന്നിഷ്ടക്കാരായ ജനത്തെ ശിക്ഷിക്കാൻ ഞാൻ വരും. തങ്ങളുടെ തിന്മകൾക്ക് അവർ ശിക്ഷിക്കപ്പെടുമ്പോൾ ജനതകളെ അവർക്കെതിരെ ഞാൻ ഒരുമിച്ച് കൂട്ടും. മെതിക്കാൻ ഇഷ്ടമുള്ള പരിശീലനം സിദ്ധിച്ച പശുക്കുട്ടിയായിരുന്നു എഫ്രായിം. ഞാൻ അവളുടെ അഴകുള്ള കഴുത്തിൽ മുഖം വച്ചില്ല, എന്നാൽ ഞാൻ എഫ്രായിമിനെ മുഖം വയ്ക്കും. യൂദ നിലം ഉഴുകണം, യാക്കോബ് കട്ട ഉടയ്ക്കണം. നീതി വിതയ്ക്കുവിൻ, കാരുണ്യത്തിൻ്റെ ഫലങ്ങൾ കൊയ്യാം. തരിശുനിലം ഉഴുതുമറിക്കുവിൻ, കർത്താവിനെ തേടാനുള്ള സമയമാണിത്. അവിടുന്ന് വന്ന് ഞങ്ങളുടെ മേൽ രക്ഷ വർഷിക്കട്ടെ. നിങ്ങൾ അധർമ്മം ഉഴുതു, അനീതി കൊയ്തെടുത്തു, വ്യാജത്തിൻ്റെ ഫലം നിങ്ങൾ ഭുജിച്ചു. രഥങ്ങളിലും പടയാളികളുടെ പെരുപ്പത്തിലുമാണ് നിങ്ങൾ പ്രത്യാശ വെച്ചത്. അതിനാൽ നിന്റെ ജനത്തിനിടയിൽ ഉദ്ധാരണം ഉയരും. ഷാൽമൻ അർബേലിനെ നശിപ്പിക്കുകയും അമ്മമാരെ കുഞ്ഞുങ്ങളോടൊപ്പം നിലത്തടിച്ച് കൊല്ലുകയും ചെയ്ത യുദ്ധദിനത്തിലെന്ന പോലെ നിന്റെ എല്ലാ കോട്ടകളും തകർക്കപ്പെടും. ഇസ്രായേൽ ഭവനമേ, നിങ്ങളുടെ കൊടിയ തിന്മ നിമിത്തം നിങ്ങളോട് ഞാൻ ഇപ്രകാരം പ്രവർത്തിക്കും. പ്രഭാതത്തിൽ തന്നെ ഇസ്രായേൽ രാജാവ് ഉന്മൂലനം ചെയ്യപ്പെടും. ഹോസിയ അധ്യായം 11. തിരസ്കരിക്കപ്പെട്ട സ്നേഹം. ഇസ്രായേൽ ശിശുവായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു. ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു. ഞാൻ അവരെ അടുക്കിലേക്ക് വിളിക്കുന്തോറും അവർ എന്നിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്തത്. അവർ ബാൽദേവന്മാർക്ക് ബലിയും വിഗ്രഹങ്ങൾക്ക് ധൂപവും അർപ്പിച്ചു പോന്നു. എഫ്രായിമിനെ നടക്കാൻ പഠിപ്പിച്ചത് ഞാനാണ്. ഞാൻ അവരെ എൻ്റെ കരങ്ങളിലെടുത്തു, എന്നാൽ തങ്ങളെ സുഖപ്പെടുത്തിയത് ഞാനാണെന്ന് അവർ അറിഞ്ഞില്ല. കരുണയുടെ കയർ പിടിച്ച് ഞാൻ അവരെ നയിച്ചു, സ്നേഹത്തിൻ്റെ കയർ തന്നെ. ഞാൻ അവർക്ക് താടിയെല്ലിൽ നിന്ന് നുകം അയച്ചു കൊടുക്കുന്നവനായി. ഞാൻ കുനിഞ്ഞ് അവർക്ക് ഭക്ഷണം നൽകി. അവർ ഈജിപ്ത് ദേശത്തേക്ക് മടങ്ങും. അസറിയ അവരുടെ രാജാവാകും, കാരണം എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാൻ അവർ വിസമ്മതിച്ചു. വാൾ അവരുടെ നഗരങ്ങൾക്കെതിരെ ആഞ്ഞു വീശും. നഗര കവാടങ്ങളുടെ ഓടാമ്പലുകൾ അത് തകർക്കും. കോട്ടയ്ക്കുള്ളിൽ വെച്ച് അവരെ അത് വിഴുങ്ങും. എൻ്റെ ജനം എന്നെ വിട്ടകലാണ്, തിടുക്കം കാട്ടുന്നു. അതുകൊണ്ട് അവർക്ക് മുഖം വച്ചിരിക്കുന്നു, ആര് അത് എടുത്തു മാറ്റുകയില്ല. എഫ്രായിം, ഞാൻ നിന്നെ എങ്ങനെ ഉപേക്ഷിക്കും? ഇസ്രായേൽ, ഞാൻ നിന്നെ എങ്ങനെ കൈവിടും? ഞാൻ നിന്നെ എങ്ങനെ അദ്മായെ പോലെയാക്കും? സെബോയിമിനോടെന്ന പോലെ നിന്നോട് എങ്ങനെ പെരുമാറും? എൻ്റെ ഹൃദയം എന്നെ വിലക്കുന്നു. എൻ്റെ അനുകമ്പ ഊഷ്മളവും ആർദ്രവുമായിരിക്കുന്നു.
ഞാൻ എൻ്റെ ഉഗ്രകോപം നടപ്പാക്കുകയില്ല, എഫ്രായിമിനെ വീണ്ടും നശിപ്പിക്കുകയില്ല. ഞാൻ ദൈവമാണ്, മനുഷ്യനല്ല. നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന പരിശുദ്ധൻ തന്നെ. ഞാൻ നിങ്ങളെ നശിപ്പിക്കാൻ വരികയില്ല. അവർ കർത്താവിൻ്റെ പിന്നാലെ പോകും. അവിടുന്ന് സിംഹത്തെ പോലെ ഗർജിക്കും. അതെ, അവിടുന്ന് ഗർജിക്കും. അപ്പോൾ അവിടുത്തെ പുത്രന്മാർ പടിഞ്ഞാറ് നിന്ന് പേടിച്ച് വിറച്ചു വരും. ഈജിപ്തിൽ നിന്ന് പക്ഷികളെ പോലെയും അസറിയ ദേശത്ത് നിന്ന് പ്രാവുകളെ പോലെയും അവർ തിടുക്കത്തിൽ വരും. ഞാൻ അവരെ സ്വഭവനത്തങ്ങളിൽ എത്തിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. എഫ്രായിം വ്യാജം കൊണ്ടും ഇസ്രായേൽ ഭവനം വഞ്ചന കൊണ്ടും എന്നെ വലയം ചെയ്തിരിക്കുന്നു. എന്നാൽ യൂദായെ ഇന്നും ദൈവം അറിയുന്നു. അവൻ പരിശുദ്ധനായ